ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. നമ്മൾ ഇന്നലെ പറഞ്ഞ PSC എക്സാം ഏപ്രിൽ മാസം നടന്ന 2024 ഏപ്രിൽ മാസം നടന്ന PSC എക്സാമിൻ്റെ 20 മുതൽ 40 വരെ 21 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക. നമ്മൾ ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഉത്തരം ഏതാണെന്നുള്ളത് എഴുതി വെക്കുക. കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് അറിയുന്ന ഭാഗങ്ങളാണെങ്കിൽ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് പോകാമല്ലോ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണോ അറിയാത്ത കാര്യങ്ങളാണോ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. Question number 21. The term applied to the waste water which does not contain human excreta. Human excreta ഇല്ലാത്ത വേസ്റ്റ് വാട്ടറിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സീവേജ്, ഓപ്ഷൻ എ സള്ളേജ്, ഓപ്ഷൻ സി സ്ലഡ്ജ്, ഓപ്ഷൻ ഡി എഫ്ലുവൻറ്റ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇല്ലാത്ത വേസ്റ്റ് വാട്ടറിനെ പറയുന്ന പേര്. ഉത്തരം എഴുതിയോ? എന്നാൽ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി സള്ളേജ്. ഓപ്ഷൻ ബി സള്ളേജ് ആണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇല്ലാത്ത വേസ്റ്റ് വാട്ടർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Question number 22. The following ventilation system air is forced into the room. ഏത് ടൈപ്പ് ഓഫ് വെന്റിലേഷൻ്റെ അകത്താണ് റൂമിലേക്ക് എയർ ഫോഴ്സ് ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എക്സോസ്റ്റ് വെന്റിലേഷൻ, ഓപ്ഷൻ ബി ബാലൻസ്ഡ് വെന്റിലേഷൻ, ഓപ്ഷൻ സി എയർ കണ്ടീഷനിങ്, ഓപ്ഷൻ ഡി പ്ലനം വെന്റിലേഷൻ. ഓക്കെ, അറിയുന്ന ആൻസർ ഏതാണെന്ന് എഴുതിയോ? നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആൻസർ എഴുതി പോകാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴിയുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലൊന്ന് സെർച്ച് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി പ്ലനം വെന്റിലേഷനാണ്. ഒരു റൂമിലേക്ക് എയർ ഫോഴ്സ് ആയിട്ട് വരുന്ന വെന്റിലേഷൻ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് പ്ലനം വെന്റിലേഷൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. The optimal level of fluoride in drinking water is between. ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിൻ്റെ ഒപ്റ്റിമൽ ലെവൽ എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 0.2 to 0.4 ppm, ഓപ്ഷൻ ബി 0.3 to 0.5 ppm, ഓപ്ഷൻ സി 0.4 to 0.8 ppm, ഓപ്ഷൻ ഡി 0.5 to 0.8 ppm. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം. ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിൻ്റെ ഒപ്റ്റിമൽ ലെവൽ എത്രയെന്നായിരുന്നു ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 0.5 to 0.8 ppm ആണ് ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിൻ്റെ ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. പോഡിയാട്രിക് മെഡിസിൻ ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് കൺസേൺ വിത്ത് ദ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്. പോഡിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത് എന്തിനേലും സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാൻഡ്സ്, ഓപ്ഷൻ ബി സ്കിൻ, ഓപ്ഷൻ സി നെർവ്സ്, ഓപ്ഷൻ ഡി ഫുഡ്. നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ഫുഡിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഫുഡിൻ്റെ കെയറിനെയും ട്രീറ്റ്മെൻറ്റിനെയും കുറിച്ചുള്ള ബ്രാഞ്ചാണ് എന്തെന്ന് പോഡിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 25. പൂവർ മാൻസ് മീറ്റ് ഈസ് ഡാഷ്. പൂവർ മാൻസ് മീറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി മൈസ്, ഓപ്ഷൻ സി സോയാബീൻ, ഓപ്ഷൻ ഡി ബജ്ര. ഏതാണ് പാവപ്പെട്ടവൻ്റെ മീറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി സോയാബീനാണ്. ഇപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ സോയാബീൻ. മറ്റേത് നമ്മൾ വീടുകളിലൊക്കെ മിക്കപ്പോഴും വാങ്ങുന്ന സാധനം സോയ ചങ്ക്സ് ആണ്. ഇതാണ് സോയാബീൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ്. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കൂടുന്നത് എന്തിൻ്റെ പ്രസൻസ് കൂടുമ്പോഴെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നിക്കൽസ്, ഓപ്ഷൻ ബി ഫോസ്ഫേറ്റ്സ്, ഓപ്ഷൻ സി നൈട്രേറ്റ്സ്, ഓപ്ഷൻ ഡി ബൈകാർബണേറ്റ്സ്. ഏതാണ് എന്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കൂടി വരുന്നത്? ആൻസർ നോക്കാം അല്ലേ. ഓപ്ഷൻ ഡി ബൈകാർബണേറ്റ്സ് കൂടുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കൂടുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 28. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ ഇൻ വിച്ച് റെഫ്യൂസ് ഈസ് ബറീഡ് ഇൻ ട്രഞ്ചസ് ഓർ പിറ്റ്സ് 3 feet ഡീപ്പ് ഫോർ എ പീരിയഡ് വേരിയിങ് ഫ്രം 3 to 6 months ഈസ് നോൺ as ഡാഷ്. ഓപ്ഷൻ എ കൺട്രോൾഡ് ഡിപ്പിംഗ്, ഓപ്ഷൻ ബി കമ്പോസ്റ്റിംഗ്, ഓപ്ഷൻ സി ഡംപിംഗ്, ഓപ്ഷൻ ഡി ഇൻസിനറേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ് നമുക്കിതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം.
ഓപ്ഷൻ എ കൺട്രോൾഡ് ടിപ്പിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഇങ്ങനെ കൺട്രോൾഡ് ടിപ്പിംഗ് എന്താണെന്ന് ഈ ഇമേജ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. നമ്മൾ ഒരു ലെയർ ഓഫ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് നമ്മളിങ്ങനെ അതിൻ്റെ അകത്ത് കൊണ്ടിടുന്നു. ഒരു ദിവസത്തേക്കുള്ള ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്നു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്നു. പിന്നെ അടുത്ത ദിവസത്തേക്ക് ഇടുന്നു. ഇങ്ങനെ നമ്മൾ ഒരു 3 ഫീറ്റ് ഡീപ്പിലെടുക്കുന്ന ഒരു കുഴി നമുക്ക് എത്ര മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും? 3 മുതൽ 6 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാലാണ് കൺട്രോൾഡ് ടിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെൻ്റലി ഹെൽത്ത് പേഴ്സൺ എക്സ്പെക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ, ഇതും ഒരു നെഗറ്റീവ് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മെൻ്റലി ഹെൽത്ത് പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെൻ്റലി ഹെൽത്ത് പേഴ്സൺ ഫീൽസ് കംഫോർട്ടബിൾ അബൌട്ട് ഹിംസെൽഫ്. ഓപ്ഷൻ ബി എ മെൻ്റലി ഹെൽത്ത് പേഴ്സൺ ഡസ് നോട്ട് അക്സെപ്റ്റ് ഷോർട്ട് കമ്മിങ്സ്. ഓപ്ഷൻ സി എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ഫീൽസ് റൈറ്റ് ടുവേർഡ്സ് അതേഴ്സ്. ഓപ്ഷൻ ഡി എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ഈസ് ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ലൈഫ്. ഏതാണ്? ഇതിലൊരു ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് തരുന്നത് അല്ലെങ്കിൽ ഉള്ള ഒരു ഇതുള്ളൂ, ഓപ്ഷനുള്ളൂ. ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ മെൻ്റലി ഹെൽത്ത് പേഴ്സൺ ഡസ് നോട്ട് അക്സെപ്റ്റ് ഷോർട്ട് കമ്മിങ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 30. എ മെൻ്റൽ ഇൽനെസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് അൺഡ്യൂ ആൻഡ് എക്സ്ട്രീം സസ്പെഷൻ എ പ്രോഗ്രസീവ് ടെൻഡൻസി ടു റിഗാർഡ് ദ ഹോൾ വേൾഡ് ഇൻ എ ഫ്രെയിം വർക്ക് ഓഫ് ഡെല്യൂഷൻ ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞു പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ എ സ്കിസോഫ്രീനിയ. ഓപ്ഷൻ ബി മാനിയക് ഡിപ്രസീവ് സൈക്കോസിസ്. ഓപ്ഷൻ സി പാരനോയ. ഓപ്ഷൻ ഡി ന്യൂറോസിസ്. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ സി പാരനോയ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ലൈറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഡാഷ്. ലൈറ്റ് മെഷർ ചെയ്യുന്നത് ഏത് ടേംസിലാണെന്ന്, എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫുഡ് ക്യാൻഡിൽ. ഓപ്ഷൻ ബി ഡെസിബിൾസ്. ഓപ്ഷൻ സി പാസ്കൽസ്. ഓപ്ഷൻ ഡി വാട്ട്സ്. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ എ ഫുഡ് ക്യാൻഡിലാണ് ലൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 32. ദ നെയിം ഓഫ് ദി മോസ്കിറ്റോ ദാറ്റ് ബ്രീഡ് ഇൻ ഡേർട്ടി ആൻഡ് പൊല്യൂട്ടഡ് വാട്ടർ ഈസ് ഡാഷ്. ഡേർട്ടി ആയിട്ടും പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനകത്ത് ബ്രീഡ് ചെയ്യുന്ന മോസ്കിറ്റോയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനോഫിലസ്. ഓപ്ഷൻ ബി ക്യൂലെക്സ്. ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്തി. ഓപ്ഷൻ ഡി മൻസോണിയ. ഏതാണ്? ഡേർട്ടി ആൻഡ് പൊല്യൂട്ടഡ് വാട്ടറിൻ്റെ അകത്ത് ബ്രീഡ് ചെയ്യുന്ന മോസ്കിറ്റോയുടെ പേരെന്താണ്? ഓക്കെ, നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തിയാണ് ഡേർട്ടി ആൻഡ് പൊല്യൂട്ടഡ് വാട്ടറിൻ്റെ അകത്ത് ബ്രീഡ് ചെയ്യുന്ന കൊതുകുകൾ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. സ്കാബിസ് ഈസ് കോസ്ഡ് ബൈ. സ്കാബിസ് ഉണ്ടാക്കുന്ന ആരാന്നാണ് ചോദ്യം. ആരാ? ഓപ്ഷൻ എ ടിക്ക്. ഓപ്ഷൻ ബി ലൂസ്. ഓപ്ഷൻ സി ലിച്ച് മൈറ്റ്. ഓപ്ഷൻ ഡി ഫ്ലീ. ഏതാണ്? ഓപ്ഷൻ സി ലിച്ച് മൈറ്റ്. ലിച്ച് മൈറ്റ് ആണ് സ്കാബിസ് ഉണ്ടാക്കുന്ന ആൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹെൽത്ത് പ്രൊമോഷൻ ഈസ് എ സ്പെസിഫിക് ഇൻ്റർവെൻഷൻ ദാറ്റ് കംസ് അണ്ടർ. എവിടെയാണ് ഹെൽത്ത് പ്രൊമോഷൻ വരുന്നത്? ഏത് പ്രിവെൻഷൻ്റെ അകത്താണ് വരുന്നത്? നമ്മൾ ഇന്നലെ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഓപ്ഷൻ ബി പ്രൈമറി പ്രിവെൻഷൻ. ഓപ്ഷൻ സി സെക്കൻഡറി പ്രിവെൻഷൻ. ഓപ്ഷൻ ഡി ടെർഷ്യറി പ്രിവെൻഷൻ. ഇതിൻ്റെ അകത്ത് ഹെൽത്ത് പ്രൊമോഷൻ വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി പ്രൈമറി പ്രിവെൻഷനകത്ത് തന്നെ ഹെൽത്ത് പ്രൊമോഷൻ വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ആൻറ്റിബോഡി പ്രസൻസ് ഇൻ ഹ്യൂമൻ മിൽക്ക്. ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിനകത്ത് കാണുന്ന ആൻറ്റിബോഡി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IgA. ഓപ്ഷൻ ബി IgD. ഓപ്ഷൻ സി IgE. ഓപ്ഷൻ ഡി IgM. കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ IgA. IgA ആണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ അകത്ത് കാണുന്ന, ഹ്യൂമൻ മിൽക്കിൻ്റെ അകത്ത് കാണുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 36. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോട്ട് എ ടൈപ്പ് ഓഫ് പെർക്കറൻറ്റ് ഡിസിൻഫെക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്നതിലെ ഏതാണ് പെർക്കറൻറ്റ് ഡിസിൻഫെക്ഷൻ അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാൻഡ് വാഷിംഗ്. ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. ഓപ്ഷൻ സി ഡിസിൻഫെക്ഷൻ ഓഫ് യൂറിൻ. ഓപ്ഷൻ ഡി ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ ബൈ ക്ലോറിൻ. കിട്ടിയില്ലേ? ഏതാ പെർക്കറൻറ്റ് ഡിസിൻഫെക്ഷൻ അല്ലാത്തത്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നോട്ട് എന്നുള്ള സാധനം ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യണം. ആൻസർ കിട്ടിയോ? നോക്കാം. ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഡിസിൻഫെക്ഷൻ ഓഫ് യൂറിൻ. ഡിസിൻഫെക്ഷൻ ഓഫ് യൂറിനാണ് എന്തല്ലാത്തത്? പെർക്കറൻറ്റ് ഡിസിൻഫെക്ഷൻ അല്ലാത്തത്.
അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 37. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാക്സിൻ ഇസ് ദി ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ്? ഓക്കെ, ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് വാക്സിൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ BCG, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ സി പെൻറ്റാവാലൻ്റ്, ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ. ഏതാണ്? ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് വാക്സിൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ? പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ, ഓപ്ഷൻ ബി മെറ്റേണൽ ആൻഡ് ചൈൽഡ് കെയർ, ഓപ്ഷൻ സി പ്രിവെൻഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്, ഓപ്ഷൻ ഡി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസസ്. ഏതാണ്? ഇതിലേതാണ് പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ എലമെൻറ്റ് അല്ലാത്തത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക് ഡിസീസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻക്ലൂഡിംഗ് പാസീവ് ഇമ്മ്യൂണിറ്റി? പാസീവ് ഇമ്മ്യൂണിറ്റി ഇൻഡ്യൂസിങ്. Question number 39. Which of the following is not a method of inducing passive immunity? Inducing passive immunity യുടെ മെത്തേഡ് അല്ലാത്ത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാക്സിൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് മെറ്റേണൽ ആൻറ്റിബോഡീസ് അക്രോസ് പ്ലാസൻഡ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫർ ഓഫ് ലിംഫോസൈറ്റ്സ്. ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാക്സിനാണ് ഇൻഡ്യൂസിങ് പാസീവ് ഇമ്മ്യൂണിറ്റിക്കകത്ത് വരാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 40. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ഡാഷ്? ഏത് വർഷമാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1995, ഓപ്ഷൻ ബി 1996, ഓപ്ഷൻ സി 1997, ഓപ്ഷൻ ഡി 1999. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 1995 ആണ്. 5-ലാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 20 ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് നാളെ കാണാം. കിട്ടാത്ത ആൻസർ, ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങളുടെ ഒക്കെ ആ ടോപ്പിക്കൊക്കെ ഒന്നും കൂടെ കവർ ചെയ്ത് നോക്കുക, പിന്നെ ഇരുന്ന് പഠിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോവുക, പഠിക്കുക. നമ്മൾ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇപ്പം അടുത്ത ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് എൻ്റെ റിവിഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴും കാണുന്നത്. ജസ്റ്റ് ഒരു റിവിഷൻ, ഇവാലുവേഷൻ, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.